വിശ്വസിച്ചുകൊണ്ട് ഇത് ഫുൾ ഒഴിവാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിസ്ക് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ നിന്നും നമുക്ക് കണ്ടിന്യൂഷൻ വരുന്ന കുറച്ച് ടോപ്പിക്സുകൾ പുറത്തുണ്ട്. ഇപ്പോൾ ഞാൻ തരുന്ന ചാപ്റ്റേഴ്സ് ഞാൻ ഇപ്പോൾ കുറച്ച് പാഠങ്ങൾ നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് തരാം. ഈ പാഠങ്ങൾ വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കൂ, സോഷ്യോളജിയും പൊളിറ്റിക്സ് ഒക്കെ ബെനിഫിറ്റ് എന്താ വെച്ചാൽ ഒന്നും പഠിക്കാതെ പോയിട്ട് പരീക്ഷ എഴുതാൻ പറ്റുന്ന പേപ്പേഴ്സാണ് പൊളിറ്റിക്സ്. അപ്പോൾ പൊളിറ്റിക്സ് ടഫാന്നൊക്കെ പറയുന്നവർ വേണ്ടിയിട്ട് പറയുകയാണ് മക്കളെ, ഇറ്റ്സ് വൺ ഓഫ് ദി ഈസി സബ്ജക്ട്സ്. ഈസിയാണ്. ടെക്സ്റ്റ് ബുക്ക് ഫുള്ള് കുത്തിയിരുന്ന് വായിച്ച് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് തരുന്നുണ്ട്, അതേപോലെ തന്നെ ഒബ്ജക്റ്റീവ് ബാങ്ക് തരുന്നുണ്ട്. ഒപ്പം ചാപ്റ്റേഴ്സും ഞാൻ നിങ്ങളോട് പഠിക്കാൻ നേരത്തെ 5-6 ചാപ്റ്റേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണല്ലോ. ആ പാഠത്തിനാണ് ഈ വലിയ മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ട് ഇങ്ങനെ തന്നെയാണ് വരിക. ഓക്കെ, അതുകൊണ്ടാണ് പറയുന്നത്. പഠിക്കാൻ പ്രായം ഒരു പ്രശ്നമായി തോന്നുന്നുണ്ടോ? ഒരിക്കലുമല്ല. ഇനി പ്രായം മറന്ന് SSLC +2 നേടിയെടുക്കാം. അതും വെറും 6 മാസം കൊണ്ട്. ലോകത്തിൽ എവിടെയിരുന്നും ഓൺലൈനായി പഠിക്കാൻ ബാസ് സ്റ്റഡി സെന്റർ അവസരമൊരുക്കിയിരിക്കുന്നു. ഇപ്പോൾ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ. ഹലോ എവരിവൺ, ബാസ് സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. NS ഒക്ടോബർ 2025 എക്സാമാണ് നമുക്കിനി വരാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പായിട്ട് നമുക്കറിയാം ഓരോ സബ്ജക്ട്സിനെയും പരീക്ഷയ്ക്ക് വരുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കേണ്ടത് അറിയേണ്ടതായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ്, വളരെ അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് നമ്മൾ ഇംഗ്ലീഷ്, മലയാളം പോലെ സബ്ജക്ട്സുകൾ എന്ത് പഠിക്കണം എന്നതിനെ കുറിച്ച് ഷോർട്ട് ലിസ്റ്റ് ചെയ്തുള്ള കണ്ടന്റുകൾ നോക്കി. അതെല്ലാം കുട്ടികൾക്ക് യൂസ്ഫുൾ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ പൊളിറ്റിക്കൽ സയൻസ്, രാഷ്ട്രമീമാംസ, പൊളിറ്റിക്കൽ സയൻസ്, കൊമേഴ്സിലും ഹ്യൂമാനിറ്റീസിലൊക്കെ എടുത്ത കുട്ടികൾക്ക് ഈ ഒരു പൊളിറ്റിക്കൽ സയൻസ് എങ്ങനെ എളുപ്പത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റും, അല്ലെങ്കിൽ എളുപ്പത്തിൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളതിന്റെ ആ ഒരു ഡിസൈനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. NS ഒക്ടോബർ 2025 രജിസ്റ്റർ ചെയ്ത് പരീക്ഷ ചെയ്ത പോകുന്ന എല്ലാ കുട്ടികളും ഇതാ ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു ഒക്ടോബറിൽ സ്ട്രീം 1 എടുത്ത കുട്ടികളായിക്കോട്ടെ, അതല്ല നമ്മുടെ സ്ട്രീം 2 എടുത്ത കുട്ടികളായിക്കോട്ടെ, എല്ലാവരും ഒക്ടോബറിൽ പരീക്ഷ ചെയ്ത പോകുന്ന കുട്ടികൾക്കൊക്കെ ഈ ഒരു പാറ്റേണിലാണ് ഈ ഒരു എക്സാമിനേഷൻ പഠിക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ബൈഫാക്കറ്റഡ് സിലബസ്, അതായത് സിലബസ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഈ ഒരു ബൈഫാക്കറ്റഡ് സിലബസ് പറയുന്നത് 60% ഓഫ് സിലബസ് ആണ് നമുക്ക് പരീക്ഷയ്ക്ക് വരുന്നത്. ബാക്കി 40% TMA ആണ്. TMA ഇപ്പോൾ നമ്മൾ എഴുതി കൊടുക്കുന്ന സംഭവം നമുക്കിത് വേണ്ട. ഈ മാസം 31 നമ്മൾ സബ്മിഷൻ കഴിയും. സോ ഈ ഒരു TMA പോർഷൻസ് നമുക്ക് വേണ്ട. അപ്പോൾ ഈ ഒരു ഭാഗങ്ങൾ നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. ഈ ഭാഗങ്ങൾ പഠിക്കേണ്ട എന്ന് പറയുമ്പോൾ തന്നെയുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒന്നാമത്തെ മൊഡ്യൂൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ഇൻഡിവിജ്വൽ ആൻഡ് ദ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഈ ഒരു മൊഡ്യൂളിൽ തന്നെ നോക്കൂ, മീനിങ് ആൻഡ് സ്കോപ്പ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ്, അല്ലെങ്കിൽ നാഷണൽ ആൻഡ് സ്റ്റേറ്റ്, ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ അല്ലെങ്കിൽ ഇതുമായി കണക്ട് ചെയ്തിട്ടുള്ളതായിരിക്കും അടുത്ത് നമുക്ക് പരീക്ഷയ്ക്ക് വരുന്ന 2 ചാപ്റ്റർ. ഉദാഹരണം പറയുകയാണെങ്കിൽ നാഷണൽ ആൻഡ് സ്റ്റേറ്റ് കണ്ടോ, ഇവിടെ നാഷണൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വരുന്നുണ്ട്, ഇവിടെ സ്റ്റേറ്റ് കണ്ടോ, ഇവിടെ സ്റ്റേറ്റ് വരുന്നുണ്ട്. ഓക്കെ, സോ ഈ ഒരു TMA പോർഷൻസ് നിന്ന് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ അതാണ് അവർ TMA ഇതിന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരില്ല, ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്കൊന്ന് ക്വസ്റ്റ്യൻസ് വരില്ല. ഇനിയിപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നോക്കൂ, 2ാമത്തെ മൊഡ്യൂൾ നോക്കൂ, പ്രിയാമ്പിൾ ആൻഡ് സൈലന്റ് ഫീച്ചേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മുടെ ഒഴിവാക്കിയ ഭാഗം, നമ്മുടെ TMA ഒഴിവാക്കിയ ഭാഗം. എന്നാൽ ആ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ഭരണഘടന വെച്ചിട്ടാണ് നമ്മുടെ പരീക്ഷയ്ക്ക് വരുന്ന ഭാഗങ്ങൾ ഏതൊക്കെ? ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൗലികാവകാശങ്ങൾ, ഇന്ത്യൻ ഫെഡറൽ സിസ്റ്റം, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, എമർജൻസി പ്രൊവിഷൻസ് ഒക്കെ നമുക്ക് ഇതുമായി കണക്ട് ചെയ്തിട്ട് വരാൻ പോകുന്നത് തന്നെയാണ്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടന അറിഞ്ഞാൽ മാത്രമേ നമുക്കിത് അറിയാൻ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ ഇത് ഒഴിവാക്കാൻ പറ്റുവെച്ചാൽ പറ്റും, പക്ഷെ പറ്റില്ല. അപ്പോൾ ഈ ഒഴിവാക്കാൻ ഇപ്പോൾ സാറ് പറഞ്ഞു ഈ ഒരു 40% ഒഴിവാക്കാൻ പറ്റും. ഞാൻ അതും വിശ്വസിച്ചുകൊണ്ട് ഇത് ഫുൾ ഒഴിവാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിസ്ക് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ നിന്നും നമുക്ക് കണ്ടിന്യൂഷൻ വരുന്ന കുറച്ച് ടോപ്പിക്സുകൾ പുറത്തുണ്ട്. ഓക്കെ, ഇവിടെ നിന്ന് നമുക്ക് കണ്ടിന്യൂഷൻ വരുന്ന കുറച്ച് ടോപ്പിക്കുകൾ ഇത് നോക്കൂ, എക്സിക്യൂട്ടീവ്, യൂണിയൻ എക്സിക്യൂട്ടീവ്, ഓക്കെ, അതേപോലെ തന്നെ കമ്മ്യൂണിസം, കാസ്റ്റ്, റിസർവേറ്റീവ്സ്, ഓക്കെ, ഇവിടെ കണ്ടോ ഹ്യൂമൻ റൈറ്റ്സ്, ഇങ്ങനെയൊക്കെ കണക്ഷൻസ് വരുന്ന ഭാഗങ്ങളുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ ബാസിൽ സ്റ്റുഡൻസ് ഒക്കെ, ബാസിൽ ഇപ്പോൾ ട്യൂഷൻ പഠിക്കുന്ന കുട്ടികളായിക്കോട്ടെ, അല്ലെങ്കിൽ ബാസിൽ നമ്മൾ ട്യൂഷൻ എടുത്ത് വന്ന് പഠിക്കുന്ന കുട്ടികൾ, ബാസിൽ ക്രാഷ് എടുക്കുന്ന കുട്ടികൾ, ബാസിൽ നിങ്ങൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നമ്മളിവിടെ സിലബസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ TMA പോർഷൻസിനെയും പബ്ലിക് എക്സാമിനേഷൻ ടോപ്പിക്സിനെയും വേറെ ആക്കിയിട്ട്, ഇങ്ങനെ രണ്ടും ആക്കിയിട്ട് TMA പോർഷൻസ് നമ്മൾ ഒഴിവാക്കിയിട്ട് ആ TMA പോർഷൻസ് നിന്ന് പരീക്ഷയ്ക്ക് വരും എന്നുള്ള കണക്ഷൻസ് മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പബ്ലിക് എക്സാമിൻ്റെ ടോപ്പിക്കിൽ ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ ഒരു 2ാമത്തെ മൊഡ്യൂൾ പൊളിറ്റിക്സ് എടുക്കുകയാണെങ്കിൽ അതിൽ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ഔട്ട്ലൈൻ കൊടുത്തതിന് ശേഷം മാത്രമാണ് ഇപ്പോൾ നമ്മൾ ബാസിൻ്റെ മെറ്റീരിയലൊക്കെ എടുത്ത കുട്ടികൾക്ക് അറിയാൻ പറ്റും. നിങ്ങൾ മെറ്റീരിയൽ തുറന്നു നോക്കൂ, നിങ്ങളുടെ മെറ്റീരിയലിൽ നമ്മൾ എടുത്തുന്ന മെറ്റീരിയൽ നമ്മുടെ ബാസിൻ്റെ മെറ്റീരിയൽ കേട്ടോ, ഗവൺമെന്റ് NUSന്റെ പുസ്തകമല്ല പറയുന്നത്, നമ്മുടെ ബാസിൻ്റെ മെറ്റീരിയലിൽ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റേഴ്സ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഇവിടെ നമ്മുടെ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചുള്ള ഒരു ഇൻട്രോ കാണാൻ സാധിക്കും. സോ അതെന്താ വെച്ചാൽ നമ്മളൊരു ഔട്ട്ലൈൻ കൊടുത്തിട്ടാണ് അതിലോട്ട് പോകുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ അതിൽ ഇൻട്രൊഡക്ഷൻ ആയിട്ട് കൊടുത്തിട്ടാണ് നമ്മൾ അതിലോട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബാസിലെ കുട്ടികളാണെങ്കിൽ ഈ TMA പോർഷൻസ് നിങ്ങൾ കൺസേൺ ആവേ വേണ്ട. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്ന ഈ ഒരു ഭാഗം മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. നമ്മൾ ഈ ഒരു ഭാഗം മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. പക്ഷേ ഈ ഒരു ഭാഗത്ത് നിന്ന് ഏതെങ്കിലും ബേസ് വരണമെങ്കിൽ അത് നമ്മളതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്, മുമ്പൊന്ന് മെൻഷൻ ചെയ്തിട്ടാണ് നമ്മൾ ഇതിലോട്ട് പോകുന്നത്. അപ്പോൾ എൻ്റെ കുട്ടികൾ ആ ഒരു ഗൈഡ് മെറ്റീരിയൽ, നമ്മുടെ ബാസിൻ്റെ ഗൈഡ് മെറ്റീരിയൽ ഫോളോ ചെയ്താൽ മതി. അതിൽ തന്നെ ഫുള്ളി ടെക്സ്റ്റ് ഓറിയൻറ്റ് ചെയ്തിട്ട് നമ്മൾ
പ്രിപ്പയർ ചെയ്ത ഗൈഡാണ്. സോ അതുകൊണ്ട് അത് മാത്രം ഫോക്കസ് ചെയ്യുക. എളുപ്പമാണ്, അത് സിമ്പിളാണ്. ഓക്കെ, ഇനി അതല്ലാതെ സ്വന്തമായിട്ട് രജിസ്റ്റർ ചെയ്ത് മറ്റു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന കുട്ടികളാണ്, എൻ്റെ ക്ലാസ് കാണുന്ന കുട്ടികൾ ഒരുപാട് പേര് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചുകൊണ്ട് നിരന്തരം മെസ്സേജ് കൊണ്ടിരിക്കുന്നുണ്ട്. സാറേ, ഞാൻ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ സ്വന്തമായിട്ട് രജിസ്റ്റർ ചെയ്ത് പഠിക്കുകയാണ്, എനിക്ക് ഈ സാറ് പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുമ്പോൾ കുറച്ചും കോൺഫിഡൻസ് തോന്നുന്നുണ്ട്. ആദ്യമായിട്ടാണ് ഈ ഒരു എക്സാം ഇത്ര സിമ്പിൾ ആണെന്ന് ഒരാൾ പറയുന്നത്. ഇത് സിമ്പിൾ ആണ്, ഇത് ടഫ് ഒന്നല്ല, ഇറ്റ്സ് വെരി ഈസി. ബട്ട് ഇത് എങ്ങനെ സിമ്പിൾ ആവുന്ന വെച്ചാൽ നമ്മൾ അതിനെ എങ്ങനെ ഡീൽ ചെയ്യുന്നുള്ള, ഹൗ വി ഗോയിങ് ടു ഇംപ്ലിമെന്റ് ഓർ ഓപ്പറേറ്റ് ദിസ് എക്സാമിനേഷൻ, ദിസ് പ്രിപ്പറേഷൻ, ഈ ഒരു പഠനത്തിന് വേണ്ടി നമ്മുടെ പ്രിപ്പറേഷന് നമ്മൾ എങ്ങനെയാണോ അതിനെ കൈകാര്യം ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടാണ് അത് എളുപ്പമാവുന്നത്. സോ നമ്മൾ ഇത് എളുപ്പമാക്കിയിട്ട് തന്നെ കൊടുക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് പറയുന്നത് ഈ ഒരു ഭാഗം നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. TMA പോർഷൻസ് ഒഴിവാക്കിക്കോ. പക്ഷേ TMA പോർഷൻസ് ബേസിക് ആയിട്ട് നമുക്ക് പബ്ലിക് എക്സാമിനേഷൻ വരുന്ന ടോപ്പിക്കുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊന്ന് നോക്കുക, അറിഞ്ഞു വെക്കുക. ഓക്കെ, അപ്പൊ ഇതൊന്ന് ഫോക്കസ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ ബാസിന്റെ ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട്. കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പാണ്. അപ്പോൾ അതിലോട്ട് ജോയിൻ ചെയ്തോളൂ. അതിലാണ് നമ്മൾ ഈ പറഞ്ഞ കണ്ടന്റുകളൊക്കെ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിലോട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ ഫ്രീ ആണ്, നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാൻ പറ്റും. സോ അതിലോട്ട് നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് നമ്മൾ ഈ പറഞ്ഞ എല്ലാ നോട്ടിഫിക്കേഷൻ ഫസ്റ്റ് അപ്ഡേറ്റ് ചെയ്യാം. അതുപോലെ നമ്മൾ എക്സാമിന് മുമ്പായിട്ട് കൊടുക്കുന്ന ക്ലാസ്സുകൾ, അതിന്റെ കണ്ടന്റ്സുകളൊക്കെ നമ്മൾ ഓരോ ഹോംവർക്കുകൾ കുട്ടികൾക്ക് കൊടുക്കാറുണ്ട്, എക്സസൈസ് ആയിട്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് മുഖേനയാണ് വരിക. അപ്പോൾ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്, അതിലോട്ട് ജോയിൻ ചെയ്തു. അതുപോലെ നമ്മൾ വീഡിയോ അതായിട്ട് കാണുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ മക്കളെ സബ്സ്ക്രൈബ് ചെയ്തോളൂ, നമ്മുടെ ബെല്ലൈക്കണൊക്കെ ഇനാബിൾ ചെയ്തോളൂ. എല്ലാ ക്ലാസ്സുകളും ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അത് മാത്രമല്ല, നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഈ ഒരു NUS രജിസ്റ്റർ ചെയ്ത ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. ഓക്കെ, അപ്പോൾ ഈ ഇത്രയും ഭാഗങ്ങളാണ് നമുക്ക് പൊളിറ്റിക്കൽ സയൻസിൽ നമ്മുടെ പബ്ലിക് എക്സാമിനേഷൻ വരുന്നത്. കണ്ടോ, വെറും 22 ചാപ്റ്റേഴ്സ്. മൊത്തം നമുക്ക് 32 ചാപ്റ്റേഴ്സ് ഉണ്ട്. അതിൽ 10 ചാപ്റ്റേഴ്സ് നമുക്ക് വേണ്ട, വെറും 22 ചാപ്റ്റേഴ്സ്. ഈ 22 ചാപ്റ്റേഴ്സ് നോക്കും. ഇതിൽ തന്നെ ഇപ്പോൾ ഞാൻ തരുന്ന ചാപ്റ്റേഴ്സ് ഞാൻ ഇപ്പോൾ കുറച്ച് പാഠങ്ങൾ നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് തരാം. ഈ പാഠങ്ങൾ വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കൂ, ഫണ്ടമെന്റൽ റൈറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യൻ ഫെഡറൽ സിസ്റ്റം, ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഫെഡറൽ സിസ്റ്റം, ഇത് രണ്ടും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. അതുപോലെ തന്നെ പാർലമെന്റ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ക്വസ്റ്റ്യൻസ്. ഇലക്ട്രൽ സിസ്റ്റം, ഇന്ത്യയിലെ ഇലക്ഷൻസ്, നമുക്ക് ഇലക്ഷൻസിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇലക്ഷൻ വരുന്നത്. അതേപോലെ തന്നെ നാഷണൽ പൊളിറ്റിക്കൽ പാർട്ടീസ്, ഇനി പൊളിറ്റിക്കൽ പാർട്ടീസ് ഏതൊക്കെയാണല്ലോ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ. ദെൻ ഹ്യൂമൻ റൈറ്റ്സ്, ഗുഡ് ഗവർണൻസ്, ഇത് 2 ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സുകളാണ്. അതേപോലെ തന്നെ ഇന്ത്യസ് ഫോറിൻ പോളിസി. ഓക്കെ, ഇതിപ്പോൾ ഞാൻ ഈ മാർക്ക് ചെയ്തതൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, മാത്രമല്ല ഏറ്റവും സിമ്പിൾ ആണ്. നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ ഇലക്ഷൻ എന്താ നമുക്കറിയാം. ഇലക്ഷൻ അറിയാത്ത ആരും ഉണ്ടാവില്ല അല്ലെ. ഇലക്ഷൻ എങ്ങനെ നടക്കുന്നതിന് ഒരു ഘട്ടങ്ങളുണ്ട്. നമ്മൾ ഈ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതോ, അതല്ലെങ്കിൽ നമ്മൾ അതിന്റെ പോളിംഗ് നടക്കുന്നതോ, അല്ലെങ്കിൽ കൗണ്ടിങ് നടക്കുന്നതോ, അതിനുശേഷം അതിന്റെ വിലയിരുത്തലുകൾ, അതിന്റെ കണക്ക് വരവ് ചെലവുകളൊക്കെ നോക്കുന്നതോ, അതല്ലെങ്കിൽ അതിന്റെ പരാതികൾ എടുക്കുന്നതോ, അങ്ങനെയൊക്കെയുള്ള ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം നമുക്കറിയാം. അതേപോലെ തന്നെ ഈ റിസൈഡിംഗ് ഓഫീസേഴ്സിനെ കുറിച്ച് ഇതിലൊക്കെ ആയിരിക്കും നമുക്ക് ഈ ഒരു ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യനെ കുറിച്ചിട്ടൊക്കെ ആയിരിക്കും പറയുണ്ടാവുക. ഹ്യൂമൻ റൈറ്റ്സ് പറയുമ്പോൾ നമുക്ക് മനുഷ്യന്റെ മൗലിക അവകാശങ്ങളെ കുറിച്ചിട്ടാണ് ഹ്യൂമൻ റൈറ്റ്സ് പറയാം. ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് മനുഷ്യന്റെ മൗലിക അവകാശങ്ങൾ. ഹ്യൂമൻ റൈറ്റ്സ് മാനുഷികമായിട്ടുള്ള അല്ലെങ്കിൽ മനുഷ്യന്റെ അവകാശങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് നമ്മൾ മനുഷ്യന് വേണ്ട അടിസ്ഥാനപരമല്ല മൗലികമായിട്ടുള്ള അവകാശങ്ങളെ കുറിച്ച് പറയുന്നു. ഗുഡ് ഗവർണൻസ്, നല്ലൊരു ഭരണത്തെക്കുറിച്ച്, ഒരു നാട്ടിലുണ്ടാവുന്ന നല്ല ഭരണം, സദ്ഭരണം എന്താണെന്നതിനെ കുറിച്ചിട്ട് ഗുഡ് ഗവർണൻസ് പറയുന്നു. ഇന്ത്യൻ ഫോറിൻ പോളിസി, ഇന്ത്യയുടെ വിദേശ മറ്റുള്ള രാജ്യം, ചൈന, പാകിസ്ഥാൻ, മറ്റുള്ള രാജ്യങ്ങളോടുമായിട്ട്, വിദേശ രാജ്യങ്ങളുമായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ അയൽവക്ക രാജ്യങ്ങളുമായിട്ട് നമ്മുടെ ഇന്ത്യയുടെ വിദേശ നയം എന്താണ്, നമ്മുടെ ഫോറിൻ പോളിസി എന്താ, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന, നമുക്ക് സമകാലികമായിട്ട് എഴുതി കൊടുക്കാൻ പറ്റുന്നതാണ്. ഈ പൊളിറ്റിക്കൽ സയൻസിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇത് കാണാപ്പാടം പഠിച്ചുകൊണ്ട് ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് അറിയാവുന്നത് ഇപ്പോൾ ഈ ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഒരൊറ്റ ഇലക്ഷൻ ഉള്ളൂ. ആ ഇലക്ഷന് ഒരു ഇലക്ഷൻ എന്നല്ല, ഒരു ഇലക്ഷൻ കമ്മീഷൻ മാത്രമേ ഇലക്ഷൻ നടത്തുന്നു എന്നുള്ളതാണ്. അതിൽ തന്നെ നമുക്ക് പറയാം പഞ്ചായത്ത് ഇലക്ഷൻ, അല്ലെങ്കിൽ നിയമസഭ, അല്ലെങ്കിൽ ലോക്സഭ, അങ്ങനെയൊക്കെ ഇലക്ഷൻസ് വരുന്നുണ്ട്. സോ അതൊക്കെ നമുക്ക് ഇതിൽ അറിയാൻ പറ്റും. ഞാൻ നിങ്ങളൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഈ പൊളിറ്റിക്കൽ സയൻസിന്റെ കാര്യത്തിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് സമകാലികമായിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ സോഷ്യോളജിയും പൊളിറ്റിക്സ് ഒക്കെ ബെനിഫിറ്റ് എന്താ വെച്ചാൽ ഒന്നും പഠിക്കാതെ പോയിട്ട് പരീക്ഷ എഴുതാൻ പറ്റുന്ന പേപ്പേഴ്സാണ് പൊളിറ്റിക്സ്. അപ്പോൾ പൊളിറ്റിക്സ് ടഫാന്നൊക്കെ പറയുന്നവർ വേണ്ടിയിട്ട് പറയുകയാണ് മക്കളെ, ഇറ്റ്സ് വൺ ഓഫ് ദി ഈസി സബ്ജക്ട്സ്. ഈസിയാണ്, പക്ഷെ ഇതെന്താണെന്നുള്ളത് മനസ്സിലാക്കണം. ഇത് പരീക്ഷയ്ക്ക് വരുന്ന ഭാഗങ്ങൾ മാത്രം നോക്കി പഠിക്കണം. ഫുൾ ആൻഡ് ഫുൾ ഇരുന്ന് പഠിക്കുക കഴിയൂല. ഓക്കെ, ഇനിയിപ്പോൾ 2 മാസം കൊണ്ട് തീരാൻ പോണില്ല. പക്ഷേ ഈ ഒരു 1.5-2 മാസം കൊണ്ട് നമുക്ക് പരീക്ഷയ്ക്ക് വരുന്ന ഏതാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. ആ ഭാഗങ്ങൾ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്താൽ മതി, അത് മാത്രം വായിച്ചു നോക്കി പോയാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ഏകദേശം സിലബസ് ഒക്കെ നോക്കി, ബൈഫർക്കേഷൻ ഏതൊക്കെയാണ് ഇതിന്റെ ക്ലാസ്സുകൾ, പരീക്ഷയ്ക്ക് വരുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതൊക്കെ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാണ് ഡിസൈൻ ചെയ്തത്, വെയിറ്റേജ് എങ്ങനെയാണ്, മാർക്ക് എങ്ങനെയാണ് വരുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ കാണിച്ചു തരാം. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞ April 2025 പരീക്ഷ ചെയ്ത കുട്ടികളുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അടുത്തുണ്ട്. ആ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കാണിച്ചു തരാം, അതിൽ വന്ന് കാണിച്ചു തരാം. പക്ഷേ അതിന് മുമ്പായിട്ട് അതിൽ എന്തൊക്കെയാണ് വന്നിട്ടുള്ളത് നമുക്ക് നോക്കാം. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ഏതൊക്കെയാണ്. അതായത് ആദ്യത്തെ 50 മാർക്ക് ഒബ്ജക്റ്റീവ്, അടുത്ത 50 മാർക്ക് നമുക്ക് സബ്ജക്റ്റീവ് ആണ് വരുന്നത്. 50 മാർക്ക് ഒബ്ജക്റ്റീവ്, 50 മാർക്ക് സബ്ജക്റ്റീവ്. സോ 50 മാർക്ക് ഒബ്ജക്റ്റീവിൽ നമുക്ക് MCQ ക്വസ്റ്റ്യൻസ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ, അതായത് ഒരു ചോദ്യം ചോദിച്ചാൽ 4 ഉത്തരങ്ങൾ, ആ ഉത്തരത്തിൽ കറക്റ്റ് ഉത്തരം ഏതാണെന്നുള്ള ഇത്. അങ്ങനെ MCQ ക്വസ്റ്റ്യൻസ് നമുക്ക് വന്നിട്ടുണ്ട്. ഏകദേശം 20 ചോദ്യങ്ങളാണ്, ഈ 1 മാർക്ക് വീതം 20 മാർക്ക് അങ്ങനെ വന്നിട്ടുണ്ട്. ബാക്കി 30 മാർക്കിന് നമുക്ക് വന്നിരിക്കണം എന്താ, 2 സബ് പോയിന്റ്സ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, FIB ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യൻ വന്നിട്ട് അതിലൊരു ബ്ലാങ്ക് ഉണ്ടാവും. ആ ബ്ലാങ്ക് വിട്ടുപോയ ഭാഗം നമ്മൾ പൂരിപ്പിക്കുക. അതേപോലെ മാച്ച് ദ കോളം, അതായത് മാച്ച് ദ ഫോളോയിങ്, ചേരുംപടി ചേർക്കുക വന്നിട്ടുണ്ട്. ഒരു പാരഗ്രാഫ് വന്നിട്ട് അതിന് ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുക. നമ്മൾ ഇംഗ്ലീഷിൽ പറഞ്ഞ പോലെ പൊളിറ്റിക്സിൽ പാരഗ്രാഫ് വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് 1 വേർഡ്, ഒറ്റ വാക്കിൽ ഉത്തരം, ഒരു ചോദ്യം ചോദിച്ചിട്ട് അതിന്റെ ഉത്തരം ഒറ്റ വാക്കിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ
ട്രൂ ഓർ ഫാൾസ്, ശരിയോ തെറ്റോ എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പരിശോധിക്കുക. ഏതൊക്കെയാണ് വരുന്നത്? MCQ വരുന്നുണ്ട്, FIB വരുന്നുണ്ട്, മാച്ച് ഓഫ് ഫോളോയിങ് വരുന്നുണ്ട്, ട്രൂ ഓർ ഫാൾസ് വരുന്നുണ്ട്, വൺ വേർഡ് വരുന്നുണ്ട്. നമ്മുടെ ഒബ്ജക്റ്റീവിൽ ഈ ഒരു 6 ക്വസ്റ്റ്യൻസ് 6 പാറ്റേൺസ് ആണ് നമുക്ക് ചോദ്യങ്ങൾ വരുന്നത്. ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് നമുക്ക് 30+20 50 മാർക്ക് ഒബ്ജക്റ്റീവ് നേടാൻ പറ്റും. ഈ 50 മാർക്ക് ഒബ്ജക്റ്റീവ് പഠിക്കാൻ വേണ്ടി നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഫുള്ള് കുത്തിയിരുന്ന് വായിച്ച് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് തരുന്നുണ്ട്, അതേപോലെ തന്നെ ഒബ്ജക്റ്റീവ് ബാങ്ക് തരുന്നുണ്ട്. ഒബ്ജക്റ്റീവ് ബാങ്ക് ആണ് ഞാൻ പറഞ്ഞത്. ഈ ഒബ്ജക്റ്റീവ് ബാങ്കിൽ നമ്മൾ ഈ ഒബ്ജക്റ്റീവിന്റെ എല്ലാ ക്വസ്റ്റ്യൻസും ഫ്രെയിം ചെയ്തിട്ടുണ്ട്, വരാൻ പോകുന്ന എല്ലാ പോസിബിൾ ക്വസ്റ്റ്യൻസും ഫ്രെയിം ചെയ്ത്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മുടെ ഒബ്ജക്റ്റീവ് ബാങ്ക് എന്നാണ് ക്വസ്റ്റ്യൻസ് മാക്സിമം വന്നിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ ബാസിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഒബ്ജക്റ്റീവ് ബാങ്ക് ഫോക്കസ് ചെയ്യുക. ക്വസ്റ്റ്യൻ ബാങ്ക് നമ്മൾ Q&A കണ്ടന്റ് ആയിട്ട് കൊടുക്കുന്നതാണ്, നമ്മൾ സബ്ജക്റ്റീവിന് വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ്. സബ്ജക്റ്റീവിൽ നമുക്കറിയാം VSA ക്വസ്റ്റ്യൻ ആണ് വരുന്നത്, വെരി ഷോർട്ട് ആൻസർ. ഒരു ചോദ്യം ചോദിച്ചിട്ട് 20-25 വേർഡ്സ് എഴുതാൻ പറയും. ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് 40-45 വേർഡ്സ് എഴുതാൻ പറഞ്ഞു. പിന്നെ നമുക്ക് ലോങ് ആൻസർ എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻ, വലിയ ക്വസ്റ്റ്യൻസ് ആണ്, അത് നമുക്ക് 100-150 വേർഡ്സ് എഴുതാൻ പറഞ്ഞു. അപ്പോൾ അതൊക്കെ കൂടി കൂട്ടിയിട്ട് നമുക്ക് 50 മാർക്ക് ഇതിലും വരും. അങ്ങനെ 50+50 മൊത്തം 100 മാർക്കാണ് നമ്മുടെ പൊളിറ്റിക്കൽ എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ. ഈ 100 മാർക്കിനാണ് നിങ്ങൾ പരീക്ഷ എഴുതേണ്ടത്. അതിലാണ് 33 മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യണം. അപ്പോൾ 33 മാർക്ക് സ്കോർ ചെയ്യാൻ ഈ ഒബ്ജക്റ്റീവ് ബാങ്ക് മാത്രം കാണാപ്പടം പഠിച്ച് പോയാൽ തന്നെ 50 മാർക്ക് കിട്ടും. ഓക്കെ, അതിൻ്റെ മുകളിൽ നമ്മളിവിടെ ജസ്റ്റ് അറ്റൻഡ് ചെയ്ത് കൊടുത്താൽ തന്നെ നമുക്ക് 50 മാർക്ക്. 100ക്ക് 100 വാങ്ങാനും എളുപ്പമാണ് പൊളിറ്റിക്കൽ സയൻസിൻ്റെ കേസിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കല്ലേ, എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പൊ ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറാണ്, നമ്മുടെ ഏപ്രിൽ 2025 ക്വസ്റ്റ്യൻ പേപ്പറാണ് കൊടുത്തിട്ടുള്ളത്. സെക്ഷൻ A, സെക്ഷൻ B 2 സെക്ഷനുകളായിട്ടാണ് നടക്കുന്നത്. സെക്ഷൻ എയിൽ നമുക്ക് ആദ്യം പറഞ്ഞു 20 ചോദ്യങ്ങൾ മൾട്ടിപ്പിൾ ചോയ്സ്. അപ്പോൾ 20 മുകളിൽ ഉണ്ടാവും, നമ്മൾ ഏതെങ്കിലും 20 എഴുതിയാൽ മതി. ഓക്കെ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പെർമനന്റ്. അപ്പോൾ നമുക്ക് ഇതിൽ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസിനുള്ള ഉത്തരങ്ങൾ ഇതാ. വിച്ച് വൺ വാസ് എ മിൽട്ടൺ ഗ്രൂപ്പ് ഇൻ സ്റ്റഡീസ്. ഏതെങ്കിലും ഒരു മിൽട്ടൺ ഗ്രൂപ്പ് ഏതാണെന്ന് വെച്ചിട്ട് ഈ 4 ഓപ്ഷൻ കൊടുത്തത്. ഈ 4 ഓപ്ഷനിൽ കറക്റ്റ് ആൻസർ ഏതാണ്, ആ ആൻസർ മാത്രം എഴുതി കൊടുത്താൽ മതി. ഇങ്ങനത്തെ 20 ചോദ്യങ്ങൾ 20 മാർക്കാണ് നമുക്ക് വരുന്നത്. കണ്ടോ, 10, 11, 12. ആദ്യത്തെ ക്വസ്റ്റ്യൻസ് 20 എണ്ണം നമുക്ക് എന്താ വരുന്നത്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. 20 ചോദ്യങ്ങൾ, കറക്റ്റ് 20 ചോദ്യങ്ങളാണ്. 20 ചോദ്യങ്ങൾക്ക് 20 ഉത്തരം കൊടുത്താൽ നമുക്ക് 20 മാർക്ക് കിട്ടും. ഓക്കെ, 1 മാർക്കാണ് ഒരു ചോദ്യത്തിന് വെച്ച് വരുന്നത്. പിന്നെ നമുക്ക് അതിനുശേഷം ഓപ്ഷൻ മോഡലത്തെ ക്വസ്റ്റ്യൻ FIB പാറ്റേൺ MCQ ആണ് വന്നിട്ടുള്ളത്. അത് കഴിഞ്ഞ് ആ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് നമുക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ചെയ്യാൻ പറഞ്ഞു. ഒബ്ജക്റ്റീവ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വരുന്നത്. FIB വരുന്നുണ്ട്. ഒരു ചോദ്യം, റൈറ്റ്സ് ആർ ഡാഷ് ആൻഡ് ട്രീറ്റ് ഓൾ പീപ്പിൾ ആർ ഡാഷ്. ഓക്കെ, ഈക്വൽ ആണെന്നുള്ളതൊക്കെ നമുക്ക് ആ വേർഡുകളാണ് നമുക്ക് മിസ്സായി പോയിട്ടില്ല. ആ വേർഡുകളാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് 2 ആൻസർ കൊടുക്കണം. ഏതൊക്കെ? ഈ ഒരു ഇതിൽ നമുക്ക് ഇപ്പോൾ ഇവിടെ കണ്ടോ 1+1 2 മാർക്കാണ് വരുന്നത്. സോ ഇത് എഴുതി കൊടുത്ത 1 മാർക്കും കിട്ടും, ഇത് എഴുതി കൊടുത്ത 1 മാർക്ക്. ആ 2 വേർഡുകളാണ് മിസ്സിങ്. ആ 2 വേർഡിനും ഓരോ മാർക്ക് വീതം കണ്ടോ. ഈ ഒറ്റ ക്വസ്റ്റ്യന് 2 മാർക്കാണ് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. അതേപോലെ ഇവിടെ കണ്ടോ 1, 2 ബ്ലാങ്ക് ഉണ്ട്. അപ്പോൾ 1+1 ആണ് വരുന്നത്. അപ്പോൾ 2 ആൻസറിനും ഓരോ മാർക്ക് വീതം നമുക്ക് 2 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ FIB ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഇതൊക്കെ FIB ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ കണ്ടോ 1 വേർഡ് ക്വസ്റ്റ്യൻ കണ്ടോ, ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. ഇത് 1 വേർഡിലാണ്. ഓക്കെ, 1 വേർഡിലാണ്, ഒറ്റ വാക്കിൽ, അതിൻ്റെ ഉത്തരം ഒറ്റ വാക്കിൽ എഴുതി കൊടുത്താൽ അതിന് ആ ഒരു വേർഡ് എഴുതി കൊടുത്താൽ അതിന് 1 മാർക്ക് ഉണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് ട്രൂ ഓർ ഫാൾസ് വരുന്നില്ലേ, ഇതൊക്കെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. ഓക്കെ, ഇത്ര ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇതിൽ ഈ പാറ്റേണിൽ കണ്ടിട്ടുള്ളത്. ഇനി നമ്മൾ സെക്ഷൻ ബിയിലോട്ട്, അതായത് ആദ്യത്തെ 50 മാർക്കിന് ഇപ്പോൾ നമ്മൾ എന്തൊക്കെ FIB നോക്കി, അതേപോലെ തന്നെ നമ്മൾ MCQ ക്വസ്റ്റ്യൻ, ആ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. അതേപോലെ 1 വേർഡ് നോക്കി, FIB 1 വേർഡ് ട്രൂ ഓർ ഫാൾസ്, ഇങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. ഇനി സെക്ഷൻ ബിയിലോട്ട് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ സെക്ഷൻ ബിയിൽ നമുക്ക് അടുത്ത 50 മാർക്കാണ് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. അതിൽ കണ്ടോ VSA ക്വസ്റ്റ്യൻസ് ആണ്. കണ്ടോ, ഇത് നമുക്ക് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരു 20-40 വേർഡ്സ് എഴുതാൻ പറ്റില്ല, 20-25 വേർഡ്സ് എഴുതാൻ പറ്റുന്നതാണ്. സോ ഇത് VSA ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഹൈലൈറ്റ് ദ നാച്ചർ ഓഫ് ഇന്ത്യൻ ഫെഡറൽ സംവിധാനത്തിന്റെ ഒരു നാച്ചർ, അതിന്റെ ഒരു അതെങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് അതിന്റെ ഒരു നാച്ചറാണ് ചോദിച്ചത്. അതേപോലെ തന്നെ എക്സാമിന് 2 ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ ഏത് 2 സവിശേഷതകളാണ്, 2 സവിശേഷ ഫീച്ചേഴ്സ് ചോദിക്കുന്നുണ്ട്. അതേപോലെ ഈ ഹൈക്കോടതിയുടെ ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ എന്താണെന്നുള്ളത് ഹൈലൈറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാണ് നമുക്ക് ഇതിൽ വന്നത്. ഇതൊക്കെ നമ്മൾ നമ്മുടെ ബാസിന്റെ കുട്ടികൾക്ക് ഇതൊക്കെ നമ്മൾ ഡയറക്റ്റ് നമ്മുടെ Q&Aയിൽ കൊടുത്തതും അതേപോലെ നമ്മുടെ ഒബ്ജക്റ്റീവിൽ കൊടുത്ത അതേ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. ഇതൊക്കെ ഞാൻ പറഞ്ഞതൊക്കെ പഠിക്കണം എന്നുണ്ടെങ്കിൽ പരീക്ഷയ്ക്ക് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് മാത്രം പഠിച്ചുകൊണ്ട് കാര്യമില്ല, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് പഠിക്കണം. കഴിഞ്ഞ 5 വർഷങ്ങളിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ് ഇപ്പോൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ഏതാണെന്നുള്ളത് മാത്രം ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഭാഗം മാത്രം നിങ്ങൾ ഫോക്കസ്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഈസിയാണ്, നമ്മൾ കൊടുക്കുന്ന കണ്ടന്റ് മാത്രം ഫോക്കസ് ചെയ്യുക. അതിന് നമുക്ക് 75-80+ മാർക്ക്, നമുക്ക് 100 ക്വസ്റ്റ്യൻസ് വരുമെന്ന് ഞാൻ പറയുന്നില്ല, എന്നാൽ പോലും ഒരു 70+ മാർക്ക് നേടാനുള്ള കണ്ടന്റിൽ കിട്ടും. കാരണം എന്തായാലും ഒരു 20-25% ഒക്കെ ഒരു പുതിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ആഡ് ചെയ്യാൻ നോക്കും, എപ്പോഴും ഒരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ട്. പക്ഷേ ബാക്കിയൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും. അപ്പോൾ അതാണ് VSA ക്വസ്റ്റ്യൻസ് വരുന്നത്. പിന്നെ നമുക്ക് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് കണ്ടോ അവിടെ വരുന്നത്. ആൻസർ റെലവൻസ് ഓഫ് മാർക്സിസത്തിന്റെ റെലവൻസ് എന്താ, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത്. അതേപോലെ തന്നെ പ്രസിഡന്റിന്റെ 3 പ്രിവിലേജുകൾ, അതേപോലെ ഇമ്മ്യൂണിറ്റീസ്, ഓക്കെ, അധികാരങ്ങൾ എന്തൊക്കെയായാലും പ്രതിരോധങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ പ്രസിഡന്റിന്റെ 3 പ്രിവിലേജസിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. പാൻഷീലിന്റെ 3 പ്രിൻസിപ്പിൾസിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയത് essay ക്വസ്റ്റ്യൻ ആണ്, അതായത് 40-45 വേർഡ്സ് എഴുതാനാണ്. പിന്നെ അതിന്റെ ഓപ്ഷൻ മോഡലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ദെൻ ഫൈനലി നമുക്ക് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് 2 വന്നത്. എക്സ്പ്ലെയിൻ ഇനി 5 സ്റ്റെപ്സ് ഓഫ് ഇലക്ടറൽ പ്രോസസ് ഇൻ ഇന്ത്യ. ഇന്ത്യയുടെ ഇലക്ടറൽ സംവിധാനം, അതായത് നമ്മുടെ വോട്ടിംഗ് എങ്ങനെ നടക്കുക എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ വോട്ടിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളിതാ
അത് നമ്മളതിൻ്റെ ബൗണ്ടറി ഒക്കെ നോക്കും, അല്ലെങ്കിൽ അതിന് നമ്മൾ വോട്ടർ പട്ടിക തയ്യാറാക്കും. അത് കഴിഞ്ഞ് നമ്മൾ അതിന് നാമനിർദ്ദേശ പട്ടിക സമർപ്പിക്കാൻ വേണ്ടി പറയും. അത് കഴിഞ്ഞ് നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള എലക്ഷൻ ക്യാമ്പയിനുകളൊക്കെ തുടങ്ങും. അത് കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ ഓരോ റിസൈഡിങ് ഓഫീസർ വെച്ച് നമ്മൾ ഓരോ പോളിംഗ് സ്റ്റേഷനിലൊക്കെ പോളിംഗ്സ് ഒക്കെ ഇതാക്കി പോളിംഗ് സ്റ്റേഷനുകൾ ക്രിയേറ്റ് ചെയ്ത് അവിടെ പോളിംഗ് നടക്കും. പോളിംഗ് ഡേ ഉണ്ടാവും, പോളിംഗ് നടന്നതിന് ശേഷം അതെല്ലാം അവർ കൊണ്ടുപോയിട്ട് സേവ് ചെയ്ത് വെക്കും. അതിന് ശേഷം അതിൻ്റെ ഒരു കൗണ്ടിങ് ഉണ്ടാവും. കൗണ്ടിങ് കഴിഞ്ഞ് അവർ അതിൻ്റെ റിസൾട്ട് അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വിജയിയെ വിജയിച്ച വിജയിയെ ഗവർണറിൻ്റെയും അവർ സത്യപ്രതിജ്ഞ ചെയ്യും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ചെലവുകളൊക്കെ ഒന്ന് അവർ മോണിറ്റർ ചെയ്യും. അതും കഴിഞ്ഞ് അതിൻ്റെ പരാതികളൊക്കെ പഠിക്കാൻ വേണ്ടി അതിൻ്റെ ഗ്രീവൻസുകളൊക്കെ അവർ നോക്കും. എന്തെങ്കിലും പരാതികൾ ഇപ്പോൾ ഈ ഇലക്ഷനിൽ തന്നെ എന്തെങ്കിലും പ്രശ്നം അട്ടിമറിക്ക് നടന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ നോക്കാനുള്ള ഇതൊക്കെ ഉണ്ടാവും. സോ ഇതൊക്കെയാണ് ഒരു ഇലക്ടറൽ പ്രോസസ്സ്. ഞാൻ ജസ്റ്റ് റഫായിട്ട് പറയുകയാണ്. സോ കണ്ടോ, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞത് ഇലക്ടറൽ പ്രോസസ്സ് എന്നൊക്കെ ഞാൻ നേരത്തെ ഒരു 5-6 ചാപ്റ്റർ കാണിച്ചത്. ഇമ്പോർട്ടൻ്റ് പറഞ്ഞാൽ എന്താ, അതിന് എപ്പോഴും ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ. അടുത്ത ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ കണ്ടോ, പൊളിറ്റിക്കൽ പാർട്ടി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നാഷണൽ പൊളിറ്റിക്കൽ പാർട്ടീസ് ഇമ്പോർട്ടൻ്റ്. എക്സ്പ്ലെയിൻ ഈ 5 ഫീച്ചേഴ്സ് ഓഫ് പൊളിറ്റിക്കൽ. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ 5 സവിശേഷതകൾ എന്തൊക്കെയാണെന്നുള്ളത് കണ്ടോ. ഓക്കെ, അതേപോലെ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞ ചാപ്റ്ററാണ് ഹ്യൂമൻ റൈറ്റ്സ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, ഡിസ്ക്രൈബ് എനി 5 ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. മനുഷ്യാവകാശത്തിന്റെ 5 സവിശേഷതകൾ എഴുതാൻ പറഞ്ഞു. അപ്പോൾ ഹ്യൂമൻ റൈറ്റ്സ് എന്ന പാഠം, നാഷണൽ പൊളിറ്റിക്കൽ പാർട്ടി എന്ന പാഠം, ഇലക്ടറൽ പ്രോസസ് ഇൻ ഇന്ത്യ, അതേപോലെ UPSC, കമ്മ്യൂണിറ്റി ബ്യൂറോക്രസി. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് നാഷണൽ പൊളിറ്റിക്കൽ പാർട്ടി, അതേപോലെ ഹ്യൂമൻ റൈറ്റ്സ്, ഈ ഇലക്ടറൽ പ്രോസസ് എന്നൊക്കെ പറഞ്ഞ ഈ 3 ചാപ്റ്റേഴ്സും ഞാൻ നിങ്ങളോട് പഠിക്കാൻ നേരത്തെ 5-6 ചാപ്റ്റേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണല്ലോ. ആ പാഠത്തിനാണ് ഈ വലിയ മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുള്ളത്. ഇങ്ങനെ തന്നെയാണ് വരിക. ഓക്കെ, അതുകൊണ്ടാണ് പറയുന്നത്, ഇത് അറിഞ്ഞിട്ടാണ് പറയുന്നത്, പരീക്ഷയ്ക്കുള്ള ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് കാണിച്ചു തരണം നിങ്ങൾക്ക്. അപ്പോൾ മക്കളെ ഞാൻ പറയുന്നത് അത് ഫോളോ ചെയ്താൽ മതി, അത് നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ മതി. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഫുൾ ആൻഡ് ഫുൾ ഇരുന്ന് പഠിക്കാൻ നേരമില്ലല്ലോ. ആർക്കും നേരമുള്ളത്? ഇനിയിപ്പോൾ നേരം ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ മറ്റുള്ള തിരക്കുകളോ, ജോലി ചെയ്യുന്ന ആളുകളോ, അതല്ലെങ്കിൽ നമ്മൾ മറ്റ് വേറൊരു കോഴ്സ് പഠിക്കുന്നതിന് കൂടെ ചെയ്യുന്നതായിരിക്കും, അതല്ലെങ്കിൽ വീട്ടിൽ അത്രയും തിരക്കിൻ്റെ ഇടയിൽ കൂടെ ആയിരിക്കും ഈ ഒരു +2 നല്ല മാർക്കോട് വിജയിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടാവുക. ആഗ്രഹമൊക്കെ നല്ലോണം കുന്നോളം ആഗ്രഹം ഉണ്ടാവും. പക്ഷേ അതിന് പഠിക്കാനുള്ള സമയമൊന്നും ഉണ്ട്. രാവിലെ തൊട്ട് വൈകുന്നേരം ബുക്ക് തുറന്നു വെക്കാനുള്ള സമയം നമുക്ക് ഉണ്ടാവില്ല. അത് മനസ്സിലാക്കിയിട്ടാണ് പറയുന്നത്. ബുക്ക് ഫുൾ ടൈം തുറന്നേക്കേണ്ട ആവശ്യമൊന്നുമില്ല. പരീക്ഷയ്ക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് ഏതാണെന്ന് കാണുക, ആ ക്വസ്റ്റ്യൻസ് പഠിക്കുക, പോയി പരീക്ഷ ചെയ്താൽ ഫുൾ മാർക്ക് നേടുക. അതാണ് ഫോക്കസ് ചെയ്യാൻ പറഞ്ഞത്. ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്താൽ മതി, ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, അപ്പം നമ്മൾ പൊളിറ്റിക്കൽ സയൻസിൽ ഡിസ്കസ് ചെയ്തു. പൊളിറ്റിക്കൽ സയൻസ് എത്ര സിമ്പിളാണ്, എത്ര എളുപ്പമാണ് നിങ്ങൾക്ക് മനസ്സിലായി. ഇതൊക്കെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും എഴുതി വെച്ചാൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റാണ് പൊളിറ്റിക്സ്, സോഷ്യോളജി ഒക്കെ പറയുന്നത്. ഇതിൽ ഹിസ്റ്ററി, അതേപോലെ എക്കണോമിക്സ് കാരണം പേപ്പേഴ്സ് ആണ് കുറച്ചും കൂടി നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അതിലോട്ട് നമ്മൾ വരുന്നുണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് എന്ത് എഴുതി വെച്ചാലും മാർക്ക് സ്കോർ ചെയ്യാൻ നമുക്ക് അറിയുന്നതാണ്. ഈ പൊളിറ്റിക്സ്, ഇങ്ങനത്തെ പൊളിറ്റിക്കൽ സയൻസിന്റെ ചാപ്റ്റേഴ്സിലേക്ക് ഓരോ ഭാഗങ്ങളും നമ്മൾ അറിയുന്ന രാഷ്ട്രീയം തന്നെയാണ്. അതിൽ പ്രത്യേകിച്ച് പുതിയ സാധനങ്ങൾ വരാനൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാൻ പറ്റുന്നതാണ് പൊളിറ്റിക്സും സോഷ്യോളജി ഒക്കെ. അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള പേപ്പർ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് പൊളിറ്റിക്കൽ സയൻസിനെ കുറിച്ചാണ്, അത് എങ്ങനെ പഠിക്കണം ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും. അതുമായി ബന്ധപ്പെട്ട് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മക്കളെ നിങ്ങൾ ഈ വീഡിയോയുടെ കമന്റ് ചെയ്തോളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട്. അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.